ദ ജേർണലിസ്റ്റിലേക്ക് ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് തരംഗം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ CPM അതില്ലാതാക്കാൻ വേണ്ടി തയ്യാറാക്കിയ രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി എന്ന് വിശ്വസിക്കുന്ന നിരവധി പേർ നമുക്കിടയിലുണ്ട്. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തകർച്ച ആഗ്രഹിക്കുന്ന BJPയും CPMഉം സംയുക്തമായി പല കോൺഗ്രസ് നേതാക്കൾക്ക് നേരെയും ഇത്തരം പല നീക്കങ്ങളും നടത്തുമെന്ന് പ്രവചിക്കുന്ന പലരും നമുക്കിടയിലുണ്ട്. ഏതായാലും അത്തരം വാദങ്ങൾ ഒരു വശത്ത് ശക്തമാകുമ്പോൾ മറുഭാഗത്ത് മുഖ്യധാരാ ചാനലുകളും CPMഉം BJPയും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുരുതരമായ കുറ്റക്കാരനാണ് എന്ന് വിധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. നിരവധി കോൺഗ്രസ് നേതാക്കൾ നിശബ്ദമായി ഇതെല്ലാം വീക്ഷിച്ചു കൊണ്ടുമിരിക്കുകയാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ ചുമ്മാ ജയിലഴിക്കുള്ളിൽ ഇടാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച് ഒരാൾ ശക്തമായ നിയമ പോരാട്ടത്തിനിറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകനാണ്. അദ്ദേഹത്തെ ഇന്നലെ കോൺഗ്രസ് നേതാക്കളെ വളയുന്നത് പോലെ മാധ്യമങ്ങൾ വളഞ്ഞിരുന്നു. നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. വളരെ കൃത്യമായി ഈ കേസിലെ പല ലൂപ്പ് ഹോളുകളെക്കുറിച്ചും അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ കേസിൽ നിന്ന് രാഹുൽ ഊരിപ്പോരുമെന്നും ആ പെൺകുട്ടി പരാതി നൽകിയത് അവർക്ക് തന്നെ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആദ്യം നമുക്കൊന്ന് കാണാം. സ്വഭാവം എന്താണ്, എവിടെയാണ് പരാതി ആദ്യം കൊടുത്തത്? ഇപ്പം ഞാൻ ചാനലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വാർത്തയനുസരിച്ച് പരാതി ആദ്യം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണ്. മുഖ്യമന്ത്രിക്ക് DGPയുടെ പവറുണ്ടോ? സർക്കിൾ ഇൻസ്പെക്ടറുടെ പവറുണ്ടോ? അത് അവിടെ അനുഭവസ്ഥരായ ആളുകൾ ഉള്ളതിൻ്റെ പേരിലാണോ അവിടെ കൊണ്ട് കൊടുത്തത്? അനുഭവ സമ്പത്തുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ കൊണ്ട് കൊടുത്തത്? അത് അറിയണ്ടേ? അത് ആ നടപടികൾ അറിയിച്ചിട്ടല്ലേ നമുക്ക് അടുത്ത നടപടിയിലേക്ക് പോകാൻ പറ്റും. സാധാരണ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയാണ് അദ്ദേഹം. ഈ പരാതി പോലീസിനെ ഫോർവേഡ് ചെയ്ത് അങ്ങനെ രാജ്യത്തുള്ള എല്ലാ ആ പരാതിയുള്ള മുഴുവൻ ആളുകളും ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണ് പരാതി. നോക്കുക, ഇതാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പരാതി ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാതെ, ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്യാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും നീതി ലഭിക്കാതെ ആ യുവതി മുഖ്യമന്ത്രിയെ പോയി കണ്ടതല്ല. 3 മാസമായി ഈ വിഷയം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. ചാനലുകളിൽ സജീവ ചർച്ചയാണ്. ഇതുവരെ മിണ്ടാതിരുന്ന യുവതി ഒരു സുപ്രഭാതത്തിൽ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി മുഖ്യമന്ത്രിക്ക് പരാതിയും തെളിവുകളും കൊടുത്ത് മുഖ്യമന്ത്രി പോലീസിന് ഇത് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് തെളിയിക്കുക എന്നതാണ് അഭിഭാഷകൻ പ്രധാനമായും കോടതിയിൽ ചെയ്യാൻ പോകുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്ത നടപടി തന്നെ ഈ കേസിനെ ദുർബലമാക്കാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം വിലയിരുത്തുകയാണ്. മുഖ്യമന്ത്രിക്ക് നിവേദനം കിട്ടും. അതാദ്യം അവിടെയല്ലല്ലോ എത്തേണ്ടത്. നമ്മുടെ നിലവിലൊരു നിയമ സംവിധാനം ഉള്ളിടത്ത് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് പരാതി ഒറിജിനലി പോയി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനാണ്. പരാതിയുള്ള ആളുകൾ ജീവിക്കുന്ന, താമസിക്കുന്ന, അല്ലെങ്കിൽ ഒഫൻസ് നടന്നു എന്ന് പറയുന്ന പരിധിക്കുള്ള പോലീസ് സ്റ്റേഷനിലാണ് വരേണ്ടത്. ഓർത്തു അതല്ലേ ഇത് കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ടാക്കി അന്ന് എവിടെയോ വെച്ച് റെക്കോർഡ് ചെയ്തൊരു സാധനം ഇങ്ങനെ ചില തിയേറ്ററിൽ കാണിക്കുന്ന പോലെ ബിറ്റായിട്ട് കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അസ്വാഭാവികത അതല്ലേ. എന്താ പരാതി? പീഡിപ്പിച്ചു എന്നുള്ളതാണോ? ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണോ? അബോർഷൻ നടത്തി എന്നുള്ളതാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്രയും പേരില്ലേ? നിങ്ങളൊക്കെ ഇതുമായി ഈ ആയിട്ട് ബന്ധമുള്ള ആളുകളല്ലേ. എന്താണ് പരാതി എന്ന് നിങ്ങൾക്ക് പറയാമോ? നോക്കുക, ഇതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുക എന്നുള്ളത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് സൃഷ്ടിച്ചെടുത്തതാണ് എന്ന നിലയിലേക്കുള്ള വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം നോക്കുക, ഈ പരാതിയുടെ ഉള്ളടക്കം അല്ലെങ്കിൽ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി എന്നുള്ളതാണോ? ഉണ്ടെങ്കിൽ അതിന് തെളിവുകളുണ്ടോ? അത് പോലീസിന് കൈമാറിയിട്ടുണ്ടോ? അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക പീഡനം നടത്തി, ബലാത്സംഗം നടത്തി എന്ന് കേസ് ചാർജ് ചെയ്താൽ അതിനെ എങ്ങനെ സാധൂകരിക്കാൻ കഴിയും?
പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ ചില വിധികൾ സമീപകാലത്ത് വന്നിട്ടുണ്ട്. അത് ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ ലൈംഗിക പീഡനം എന്ന വകുപ്പ് ഇടാൻ കഴിയില്ല, ബലാത്സംഗം എന്ന വകുപ്പ് നിലനിൽക്കില്ല, നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി എന്നതിൻ്റെ തെളിവ് എവിടെ, തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായി ഉന്നയിക്കും എന്ന് പറയുകയാണ് ഈ അഭിഭാഷകൻ ചെയ്യുന്നത്. രാഹുലിനോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇത് നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നോനോ, ഇത് പുറത്ത് വിടുന്നതിന് മുമ്പ്, പുറത്ത് വന്നതിന് ശേഷമാണ്. ഇപ്പം ഞാൻ ബില്ലിനെതിരെ എനിക്കൊരു ശബ്ദം എനിക്ക് കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ, ബില്ലിനെ കുറിച്ച് ഇങ്ങനൊരു വാർത്തയുണ്ട്, അതാണോ എന്ന് ചോദിച്ചിട്ടല്ലേ പറയേണ്ടത്. അതല്ലേ ഒരു സാമാന്യ നീതി എന്ന് പറയുന്നത്. നാടകം തന്നെ. ഇതിപ്പം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിനെ ഫേസ് ചെയ്യാൻ വയ്യാത്ത പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നു. ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ജനശ്രദ്ധ സ്ഥിരീകരിക്കാൻ എന്തെങ്കിലും ഒരു മസാല വേണം. ആ മസാലയ്ക്ക് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ആളിന്റെ സഹായത്തോടുകൂടി നടത്തുന്ന നാടകമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് രാഹുൽ എന്നോട് പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കേണ്ട സമയമായിട്ടില്ല എനിക്ക്. രാഹുൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് കൊണ്ട് പരാതി കൊടുക്കുന്നതിന് മാത്രമുള്ള രാജ്യത്ത് എത്രയോ ഇത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നു. അതിലൊന്ന്, മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കാനും മാത്രം എന്ത് ഗൗരവമാണ് ഈ വിഷയത്തിലുള്ളത്. ഗൗരവമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്ന് പറയുന്നതൊക്കെ ഗൗരവമായ പരാതിയാണ്. പക്ഷേ അത് മുഖ്യമന്ത്രിയിലേക്ക് നേരിട്ട് എത്തണമെങ്കിൽ അതെങ്ങനെയാണ് എത്തേണ്ടത്? അവരാദ്യം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു, പോലീസ് ഗൗരവത്തോടെ അത് പരിഗണിക്കുന്നില്ല, SP-ക്ക് പരാതി കൊടുക്കുന്നു, അല്ലെങ്കിൽ DGP-ക്ക് പരാതി കൊടുക്കുന്നു. അങ്ങനെ നിരവധി പരാതികൾ നൽകി നിയമപോരാട്ടം നടത്തി തളർന്നിരിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഈ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ആളെ നേരിട്ട് കണ്ട് ഈ പരാതി ബോധിപ്പിക്കുക. അതായത് ഉദ്യോഗസ്ഥരെ മുഴുവൻ എന്നെ പറ്റിക്കുകയാണ്, എനിക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് നിരന്തരമായി നീതി തേടി അലയുന്ന ഒരാൾക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് ഏറ്റവും അവസാനത്തെ അത്താണി എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കൊക്കെ നേരിട്ട് പരാതി പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി നൽകിയത് അത് രാഹുലിൻ്റെ പൊളിറ്റിക്കൽ കരിയർ നശിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മുൻനിർത്തി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക, CPM-ന് നേട്ടമുണ്ടാക്കുക തുടങ്ങിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് സ്ഥാപിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ശ്രമിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനമായി പറയുന്ന രാഹുലിൻ്റെ ഓഡിയോ ക്ലിപ്പ് അത് രാഹുലിൻ്റേതല്ല എന്ന് രാഹുൽ കോടതിയെ അറിയിച്ചാൽ, അല്ലെങ്കിൽ അത് രാഹുലിൻ്റേതാണെന്ന് സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ അതെങ്ങനെയാണ് രാഹുലിൻ്റേതാവുക? ശാസ്ത്രീയമായി പരിശോധിക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ യുവതിയുടെ ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ ഈ മുഴുവൻ ഓഡിയോ സംഭാഷണങ്ങളും റിട്രീവ് ചെയ്യുകയോ ഒക്കെ വേണ്ടിവരും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ള പല കാര്യങ്ങളും അന്വേഷണ സംഘത്തിൻ്റെ പക്കലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ രാഹുലിൻ്റേതാണോ അല്ലയോ എന്ന് രാഹുൽ പോലും അത് സ്ഥിരീകരിച്ചിട്ടില്ല. യുവതി പറയുന്നു രാഹുലിൻ്റേതാണെന്ന് പറയുന്നു, അത് കൈമാറുന്നു. പക്ഷേ അത് രാഹുലിൻ്റേതാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാതെ രാഹുൽ കുറ്റക്കാരനാണെന്ന് പറയാനും സാധിക്കില്ല. അപ്പോൾ ഈ ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഓഡിയോ രാഹുലിൻ്റേതാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ട് പോയതിൽ ഗൂഢാലോചനയുണ്ട്, അതുപോലെ തന്നെ രാഹുലിൻ്റെ പൊളിറ്റിക്കൽ കരിയർ നശിപ്പിക്കാനും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും മുഖ്യമന്ത്രിയുടെ ഓഫീസും ചില മാധ്യമങ്ങളും കൂടി അറിഞ്ഞുകൊണ്ട് തയ്യാറാക്കിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലിനെ മുൻകൂർ ജാമ്യം നേടിയെടുക്കുക, അതുപോലെ തന്നെ ഈ കേസിൽ നിന്ന് രാഹുലിനെ പുറത്തേക്ക് ചാടിക്കാനുള്ള വഴികൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതോടൊപ്പം ഈ ഗൂഢാലോചനയുടെ ഭാഗമായി പരാതിക്കാരി ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്ത് നിന്ന്, അതായത് അഭിഭാഷകൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടോ എന്ന സംശയവും എനിക്കുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു നീക്കത്തിലേക്ക് അവർ പോയാൽ അത് പരാതിക്കാരിക്കെതിരായ കടുത്ത നടപടികൾ, നമ്മൾ 8ൻ്റെ പണി എന്നൊക്കെ പറയുന്നത് പോലെ പരാതിക്കാരിക്കെതിരെ കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള നീക്കമായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്.